ഇവന്റെ ഉടുപ്പഴിച്ചിരിക്കും നോക്കണം. ഇവിടെ ഞാൻ പോണില്ല, എനിക്ക് ഹൈറ്റ് പേടിയാണ്, ഞാൻ പോണില്ല. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ടു ഡേ 2 ഇൻ വാഗമൺ. അപ്പോൾ ദേ നമ്മൾ വാഗമണിൽ എത്തിയിട്ട് ഇന്ന് 2ാമത്തെ ദിവസം അല്ലേടാ? അല്ലേ? അതെ അതെ അതെ, അല്ല 3ാമത്തെ ദിവസമാണ് ആക്ച്വലി. യെസ്, ഡേ 3 ഇൻ വാഗമൺ. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ എവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൗണ്ട് ടെയിൽസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും എണീക്കുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളവർ എണീറ്റോന്നറിയില്ല, നമ്മച്ചേട്ടനൊക്കെ എണീക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇതേ വാവയൊക്കെ എണീറ്റു, ഞാനും എണീറ്റു. ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ടാരാ, ഇങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടും നല്ലത് ബാക്ക് ക്യാമിലേക്കാണ് കാണിക്കുന്നതാണ്. വെയിറ്റ്, എന്താല്ലേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, എന്നാൽ കുഴപ്പമില്ല. ഇങ്ങനെ ഇവിടെ എവിടെ തിരിഞ്ഞാലും ഫ്രെയിമാണ്. ഇത് നോക്കടാ, നല്ല പൂവല്ലേ ബാക്കി കാണുന്നത്, നല്ല രസമുണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന മുകളിലാണെങ്കിൽ അവർ കാർത്തികേയനും കാണാൻ ചെണ്ടൊക്കെ നിൽക്കണം താഴെ. അവർ പോയി ഒന്ന് വിളിച്ച് നോക്കാം. അവരെന്തായാലും എണീറ്റുണ്ടാവും. രാവിലെ അവർ എണീറ്റ് യോഗം മറ്റൊക്കെ താഴെ വെളി കിടക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ്. കാർത്തികേട്ടോടെ കുളിക്കാൻ കയറി. ഭാഗ്യം. ഞാൻ ഒരുങ്ങില്ല, വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി. ഇങ്ങനെയാണോ? ഇത് തന്നെയാണോ ഡ്രസ്സ്? ഇത് വേണോ? ജീൻസ് ഇടാൻ പോണി, ഇതിട്ട് തണുക്കണം. അപ്പൊ ഈ പൂളിലൊന്നും ഇറങ്ങില്ല? പൂളില് തണുപ്പ്. അപ്പൊ ഇല്ല, നമ്മള് റെഡിയായി. ആ പ്ലാൻ ഡ്രോപ്പായി. ഇല്ല, ആ പ്ലാൻ ഇല്ല, കാരണം തണുപ്പ് ഐസ് പോലെ തണുക്കണം. ചക്കര പേടിക്കല്ലേ, ഇതൊന്നും കണ്ട് പേടിക്കല്ലേ. ഇത് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവർക്ക്. നമ്മളിവിടെയാണ് രാവിലെ വർക്കൗട്ട് ചെയ്തത്. എവിടെയാണ്? ചെറുനേരം എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊന്നും വയ്യായിരുന്നു. പിന്നെ സ്ട്രെച്ച് ഒക്കെ ചെയ്തു എന്നിട്ട് ഇപ്പൊ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് വർക്കൗട്ട് കഴിഞ്ഞാൽ തണുത്ത നമുക്ക് ഊഞ്ഞാലിൽ ഐസ് വരെ പുറത്തിടുമ്പോ എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. അമ്മ എനിക്കടവേ സോക്സ് വേണം. താഴെ ഇട്ടോ, നേരെ താഴെ ഇട്ടോ. ഓട്ടമില്ല, കിടുങ്ങടേ ഉള്ളൂ. എറിഞ്ഞോ? ബൈ. ഞാൻ ചേട്ടനെ വിളിച്ചെണ്ണിപ്പിക്കട്ടെ. ബൈ ബൈ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഓംലെറ്റ് കൂടെ പറഞ്ഞു. കോഫി, ജാം, നല്ല ഇടിയപ്പവും ഇതൊക്കെ കൂട്ടി കഴിച്ചു. നമ്മളിപ്പോൾ അടുത്ത ജീപ്പ് സഫാരിക്ക് പോവാണ്. ജീപ്പ് ഇപ്പോൾ വരും. ഞാനിങ്ങനെ ഭാവിക്കും കൂടെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ബാക്കി എല്ലാവരും കഴിച്ചിട്ട് പോയി. 2 അമ്മമാര് മാത്രം ഇതായിരുന്നു കഴിക്കുന്നത്. നമ്മൾ 2 ഫുഡൊക്കെ കൊടുത്തിട്ട് കഴിക്കുന്നു. പണം ചേട്ടൻ അവിടെ ഫുഡ് കൊടുത്തു. ചുണ്ട് കഴിച്ചു കഴിഞ്ഞാ സോമൻ ചേട്ടൻ ഓൺ ഡ്യൂട്ടി. ഞങ്ങൾ കൊടുത്ത് കഴിക്കും. നമ്മളിത് ഈ ഒരു ജീപ്പിലാണ്, ഈ ഒരു കമാൻഡറിലും ആ കിടക്കുന്ന ജീപ്പിലുമാണ് പോകാനായിട്ട് പോകുന്നത്. എല്ലാവരും അങ്ങനെ തിരക്കില്ല. സോ ലെറ്റ്സ് ഗോ. നമ്മളൊരു 6 സ്ഥലം കാണാൻ പോകുന്നുണ്ട്. എല്ലായിടത്തും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഇടയ്ക്ക് ഒരു ടണലിൽ നമ്മൾ പോയി കുളിക്കും. ഞാൻ കുളിക്കുന്നില്ല, വാവുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഓൾ സെറ്റ്. നമ്മളെല്ലാവരും വണ്ടിയിൽ എന്തോ കേട്ടാ, ഒരു മുടി കെട്ടാ പോലെ അവരുടെ ഒന്നും പറയണ്ട, പറഞ്ഞാൽ
അവൻ ഇവിടെ സേഫ് ആയിട്ട് എന്റെ കൈ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഉണ്ട്. കുടി കൊച്ചുങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? അയ്യോ കൈവയ്യ കൊച്ചിനെ വെച്ചോണ്ടിരുന്നില്ല കുലിക്ക് സർവ്വതരിക്കണം കോമഡി. സോനുവിന്റെ വൈഫേ അങ്ങനെ അടിക്കുന്നു. ഉടനെ സോനു എന്ന് പറയുമ്പോ തലമുടി ഇറുക്കി പിടിച്ചിരിക്കുന്നു. കൊച്ചിനെ വെച്ചോണ്ടിരുന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ നിങ്ങൾ രണ്ടൊരു ഫ്രണ്ട് ഇരുന്നിട്ട് കൊച്ചിനെ പിടിയാട്ടാ. പോയിന്ന് പറയുന്നത് എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞു ഇനി പിടിക്കില്ല. അതല്ല കോമഡി. വണ്ടി പറഞ്ഞ ഞാൻ ഇവ ഇങ്ങനെ ബാക്കിന്റെ വിഷമത്തിലൂടെ കറുതിയിട് പിപിയുടെ ബാക്കി ഇരുത്തായിരുന്നു. ഇവന്റെ ഉടുപ്പഴിച്ചിരിക്കും നോക്കണം. ഇവിടെ നമ്മളിപ്പോ നിക്കുന്നത് എന്ത് മലയാന്ന് പറഞ്ഞേ? ഉറപ്പന്നെ കോട്ടമല. ഓക്കെ, കോട്ടമലയിലാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മള് സൺറൈസ് സൺസെറ്റ് കാണുന്ന സ്ഥലോ. സോണി ചേട്ടാ, സൺസെറ്റ് എന്നോ സൺറൈസ് എന്നോ പറഞ്ഞു? സൺറൈസ് കാണുന്ന സ്ഥലം. രണ്ട് മലയുടെ ഇടയിൽ കൂടെ സണ്ണ് വരും. ഓക്കെ, അത് കാണുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് സംഭവം. ഓ, ഇതാണ് വ്യൂ ഇവിടുത്തെ. ചുറ്റും കണ്ടോ മലയൊക്കെ കണ്ടോ നീ കണ്ടോ? അയ്യോ ഇവിടെ എന്താണ്? അയ്യോ ഇതെവിടെ കുഞ്ഞി? എന്താണ് ഇവിടെ? കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കുന്നുണ്ടോ ചേച്ചി? എല്ലാരും എനിക്ക് ചേരുമല്ലേ ഗ്ലാസ്? കൂളിംഗ് ഗ്ലാസ് ഇത് കൊള്ളാം, എടുത്തോളൂ. ഇത് കൊള്ളാലോ. എനിക്ക് എടുത്തോന്ന് പറ. ആക്ച്വലി എനിക്ക് ചെറിയൊരു അത്ര പോരാ. നീ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അത്ര പോരാ. ഞാൻ കണ്ടില്ല. നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ? അടിപൊളിയായിരുന്നു. റീൽസ് ഒക്കെ എടുത്തു നമ്മൾ. അടുത്ത എങ്ങോട്ടാ പോണ ചേട്ടാ? ഇടുക്കി ഡാമിന്റെ ബാക്ക് സൈഡ്. എന്താണത്? ടണലാ? ഇടുക്കി ഡാമിന്റെ ഇടുക്കി ആർച്ച് ഡാം, കൊളമാവ് ഡാം, അതുപോലെ തന്നെ ചെറുതോണി ഡാം, ഈ 3 ഡാമിന്റെ വെള്ളം ഒന്നിച്ച് കിടക്കുന്നു. അതിന്റെ ബാക്ക് സൈഡ് നമുക്ക് ഇവിടെ ഈ കാണുന്നതില്ലേ, ഈ കാണുന്ന പുല്ലെല്ലാം ലെമൺ ഗ്രാസ്. ഈ കാണുന്ന വെള്ളക്കറ മൊത്തം അതാണ്. ഈ കാണുന്ന വെള്ളപ്പുല്ല്, പക്ഷെ നല്ല മണമുള്ളത്. So let's go. പിപി അവിടെ വിളിയൊക്കെ കേൾക്കണല്ലോ. നോക്കിയപ്പോ പിപി ഏറില്ല. അയ്യോ, നമ്മൾ അടുത്ത സ്പോട്ട്. അല്ല, അവന്മാരൊക്കെ ഓക്കെയാണ്, നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു 200 മീറ്റർ നമ്മൾ മുകളിലോട്ട് നടക്കണേ. ഓഫ് റോഡ് കയറാൻ ഇച്ചിരി പാടാണ്. റോഡ് കണ്ടോ? ഓ ഗോഡ്, കുണ്ടും കുഴിയുള്ള റോഡ്. എന്റെ നടുവിന്റെ വിചാരിയാണ്. നേരത്തെ ഇതേ കണക്കാണ് ഞാൻ കൊച്ചിനെ വെച്ചോണ്ടിരുന്നത്. എന്നിട്ട് എന്റെ നടുവിന്റെ വിചാരിക്കൊന്നും പറ്റിയില്ലല്ലോ. നടുവിന്റെ വിചാരി പോയി. നമ്മളിതേ മല കയറി താഴെ വയ്യേ ചേട്ടാ.
തള്ളി ചുമ്മാണ്ടല്ലേ എല്ലായിടത്തും കൊച്ചിനെടുക്കണല്ലേ ചോദിച്ചത്. ബുദ്ധിമാൻ തന്നെ. ഓക്കെ, കുറച്ചുകൂടി നടന്ന നമ്മുടെ സ്പോട്ട് ഒട്ടം പറ്റല്ലേ. ഓ പണ്ടൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് പറ്റുമായിരുന്നു. ഇപ്പൊ ഇതൊന്നും പറ്റണടാ. ഹോറിബിൾ. കുറച്ച് നടന്നപ്പോഴേ കിതയ്ക്കുന്നു. എല്ലാം ശരിയാക്കണം. നമ്മൾ ബാക്ക് ടു നോർമൽ ഹെൽത്തിലോട്ട് തിരിച്ചു വരും. യെസ്. ഓ ഗോഡ്, ഈശ്വര, കിടിലം വ്യൂടാ, കിട്ടിലം വ്യൂ. പക്ഷെ വ്യൂ ഫോണിൽ അതിൻ്റെ ആ ഒരു ഇത് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കിട്ടണമല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. യെസ്, ഫൈനലി വി റീച്ച്. നോക്കടാ, ഈശ്വരാ, ഇതിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡെന്ന് പറഞ്ഞില്ലേ അത്. ഓ, ഇതാണ് ഒട്ടും സഹിക്കാൻ പറ്റത്. എവിടെ ചെന്നാലും ഇത്രയും പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും. വൈ പീപ്പിൾ. എല്ലാത്തിലും ഇങ്ങനെ പറയാൻ വയ്യ. നിങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് കളയിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അതെല്ലാം തിരിച്ച് നിങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുകയോ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുമ്പോൾ അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ ഇടുകയോ ചെയ്യാം. ദാറ്റ് ഈസ് ഫാർ ഫാർ ബെറ്റർ ദാൻ ഇങ്ങനെ കൊണ്ട് കളഞ്ഞിട്ട് പോണത്. ഓക്കെ, അയ്യോ നോക്കടാ, കിട്ടില്ല. ക്യാരിയർ എടുത്തില്ല. ക്യാരിയർ എടുത്തത് കുറച്ചുകൂടി ഈസി ആയിരുന്നാണ്. അല്ലാതെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് നടക്കുമ്പോഴത്തേക്കും ഭയങ്കര ടയർഡാവും. ഞാനല്ല, ചേട്ടൻ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അയ്യോട്ടോ, സന്തോഷമായോടെ ചക്കര്? സന്തോഷമായ എവിടെ നിൽക്കുവാ? മല എവിടെ? മല മല എവിടെ? ആ, അതെവിടെയോ? അടിപൊളി അടിപൊളി. ആ ഷൂസ് ചത്തുവാണോ? കുഞ്ഞാപ്പി, മല നോക്ക്, കൊള്ളാമോ? അച്ഛൻ ബിസി. അച്ഛനൊന്നും പറയില്ല. എന്താ അച്ഛാ കിതയ്ക്കുന്നോ? പിന്നെ എന്തെങ്കിലും പറ അച്ഛാ. എന്ത് പറയണം? നല്ല സ്പീഡ് വേണമെങ്കിൽ ഇവിടെ ഒരു വാവ, അവിടെ ഒരു വാവ, ഇവിടെ കുറേ വാവമാർ. സോ ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് റീൽസ് ഒക്കെ എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ഇപ്പം ഏകദേശം 1 മണി എന്തോ ആയിട്ടുണ്ട്. ഇനിയിപ്പം വിശപ്പിൻ്റെ വിളി വന്നു. വിശപ്പ് മാറ്റാൻ പോകുന്നുണ്ടോ എന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇനിയും നമുക്ക് 4 ലൊക്കേഷൻ ബാക്കി. സോ ലെറ്റ്സ് ഗോ. ടാറ്റ പറ, ടാറ്റ ടാറ്റ. ബൈ ബൈ. ഞങ്ങളിതേ പാതി വഴിയിൽ നിർത്തി. നല്ല വെള്ളം ദാഹം. ഇവിടെ ലൈം ജ്യൂസ് വിൽക്കുന്ന ഒരു കടയുണ്ട്. ഇവിടെ ലൈം ജ്യൂസ് കുടിക്കാനൊക്കെ നിർത്തി. ഇതേ ആ വണ്ടിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ പോകാറുണ്ട് കണ്ടോ. ഫുള്ള് കവർ ചെയ്യുമെന്ന് സംശയമാണ്. കാര്യം നമ്മൾ ലേറ്റായി. ഹോട്ടലിൽ ചെന്ന് റിസോർട്ടിൽ ചെന്നിട്ട് ചെക്കൗട്ട് ചെയ്യണം. അപ്പം അതിവിടെ കണ്ടിട്ട് മിക്കവാറും ഫുഡ് കഴിക്കാൻ പോകാനാണ് ചാൻസ് കൂടുതൽ. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പറഞ്ഞാ ലൈം ജ്യൂസ് കുടിച്ചിട്ട് പോവാൻ. സോ ഇതിൻ്റെ കോലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ബിക്കോസ് വാഹനം വെച്ചിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് മറ്റു സാധനത്തിൽ. ഞാൻ പറയണത് കേൾക്കാൻ പോലും പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ടണലിലാണ് കുളിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും പ്രിപ്പയർഡാണ്. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. അവിടെ ഇറങ്ങിയാ മതിയോ? ഇവിടെയാണ് ഇറങ്ങുന്ന ടണലിൽ.
അവനെ എടുത്താലല്ലേ പോകാൻ പറ്റൂ. ചാടിക്കോ. അയ്യോ ഞങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം കുട്ടികളെ വിളിച്ചോണ്ട് ഇവിടെ പറ്റണില്ല. വിഷമുണ്ട്, ബിബിക്ക് വിഷമുണ്ട്. ഞങ്ങള് 3 പേരും ഇവിടെ കുട്ടികളുമായിട്ട് അവിടെ നോക്കിയാണ് അവരുടെ കുന്തളിപ്പ്. ഇല്ല സൗണ്ട് ഇനി അവരുടെ കുറച്ച് ആഘോഷം കാണാം. ഓക്കെ, നമ്മളിതേ ഇവിടെ ഇറങ്ങി. അവരപ്പുറത്ത് കുളിക്കുമ്പോ നമ്മൾ ഇപ്പുറത്ത് എൻജോയ് ചെയ്യുകയാണ്. അയ്യോ ആടെ ഊര ഡ്രസ്സുണ്ട് മോളുണ്ട്. ഇതെന്താണ്? അമ്മമാര് വെളിയിൽ നിൽക്കണ്, ഇവര് അകത്ത് കിടന്ന് കളിക്കുന്നു. ഇഷ്ടപ്പെട്ട മൊത്തം നനഞ്ഞടാ. ഞങ്ങൾ ഇതേ ടണലിലൊക്കെ പോയി കുടിച്ചിട്ട് ഇവിടെ വന്നൊരു മാഗിയൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ ഫുള്ളാരും കടയിൽ കയറിയിരിക്കും. മാവൊക്കെ കിടന്നുറങ്ങും. ഇനി നമ്മൾ സിപ്പ് ലൈനിൽ പോകണമെന്ന് പറയപ്പെടുന്നു. പോയി എന്ന് പറയാം. കാര്യം ലേറ്റായി, നമ്മളെ സ്കെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത്തിരി ചേഞ്ചായി. ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാനായിട്ട് പോവാം. ഇനി അവിടെ ചെന്നിട്ട് കാണാം. തൽക്കാലത്തേക്കുള്ള വിശപ്പകറ്റി മാഗി, ബ്രെഡ് ഓംലെറ്റ്, നാരങ്ങ വെള്ളം ഇതൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായി. ഓക്കെ, ഇനി അടുത്ത സ്പോട്ടിൽ പോയിട്ട് കാണാം. നമ്മളിത് അടുത്ത സ്പോട്ടിലെത്തി. ഇത് സിപ്പ് ലൈനാണ്. ഇവിടെ നോർത്ത് വരെ നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ പോവാ. എനിക്ക് ഹൈറ്റ് പേടിയാ, ബട്ട് സ്റ്റിൽ ഹൈറ്റില് നന്ദു ചേട്ടൻ വരും പ്രതീക്ഷിക്കാം. കപ്പിൾസ് നന്ദു ചേട്ടൻ ഇല്ല, നന്ദു ചേട്ടൻ ഇല്ല, സോറി ചേട്ടൻ. ഞാൻ ചേട്ടാ ഞാൻ കണ്ണടച്ചിരിക്കും കേട്ടോ. എനിക്ക് പേടിയൊന്നും ഇല്ലാട്ടോ. പോടാ, എനിക്ക് പേടിയാണ്. അങ്ങ് വരെ നിങ്ങൾ രണ്ടുപേരും കൈ പിടിക്കണം. കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഡയറക്റ്റിലായി ചേട്ടാ കൈ പിടിക്കണേട്ടാ, കൈ വിടലേട്ടാ ചേട്ടാ. രണ്ടുപേരും താഴെ ഇറങ്ങിക്കോേ. ഫസ്റ്റ് ലാൻഡിങ് ക്ലിയർ ആണോ? താഴെ
ഫസ്റ്റ് ലാൻഡിങ് ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ ചോദിച്ചിട്ട് പോകട്ടെ. എല്ലാം ചോദിച്ചു ഓക്കെ ആണെങ്കിൽ പോയാൽ ഓക്കെ ഓക്കെ കോപ്പി കോപ്പി. ഓ അച്ഛനും മാമനും പോയി, അല്ല അച്ഛനും അമ്മയും പോയി. രണ്ട് തരും പഴയ സാധനം നിങ്ങൾ കേറാം. നിങ്ങൾ ആ ഈ ചേട്ടൻ പോകുന്നുണ്ടോ? ഒരാളും കൂടെ ഉണ്ട്. അടിപൊളി എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ്. അമ്മച്ചേന് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് പോണ ഒരു പേടിയാണ്, പക്ഷെ കയറി നിന്ന പേടിയുണ്ടായിരുന്നു. പക്ഷെ പോയി തുടങ്ങിയപ്പോൾ പേടിയൊക്കെ പോയി. നല്ല രസമുണ്ടടാ. ഒരിക്കലെങ്കിലും ചെയ്യണം കേട്ടോ നിങ്ങൾ. ഞാൻ ഒരു പ്രാവശ്യം എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ചെറുതായിരുന്നു. ഇത്രയും ദൂരം ഞാൻ ആദ്യമായിട്ട് ചെയ്യണേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നൈസ് 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 എക്സ്പീരിയൻസ്. ഒരു പേടിയില്ല. ഞാനും പോണി. എനിക്ക് ഹൈറ്റ് പേടിയാണ് ചേട്ടാ, ഹൈറ്റ് പേടിയാണ്. അപ്പുറത്ത് ഞങ്ങൾ അവിടെ നിന്നേരം ഇങ്ങോട്ട് കണ്ടേ. ബ്രോ ഇവനൊന്ന് പിടിക്കോ? ഞാൻ അവനെ പിടിക്കാം. നീ സേഫ് കപ്പിൾസ്. ഞാൻ പോണില്ല, എനിക്ക് ഹൈറ്റ് പേടിയാണ്, ഞാൻ പോണില്ല. പേടിയാണ് ഇവിടെ വിളിക്കട്ടെ. ബ്രോ അതല്ല ഇൻഫിനിറ്റി പൂൾ ഇന്നലെ കണ്ട. അതാണ് ഇൻഫിനിറ്റി ഇന്നലെ പോയില്ലേ? വേണം ആണോ? സ്ഥലമുണ്ടോ? സ്ഥലമുണ്ടോ? അതെ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യം കൊടുത്താണ് ഞാൻ ഇങ്ങനെ ആയത്. ചുമ്മാ ഓ മൈ ഗോഡ്. നമ്മൾ ഇവിടെ നിന്നാ നിങ്ങൾ അവിടെ നിൽക്കൂ. സേഫ് ചേട്ടാ, നമുക്ക് ഇവിടെ ഇരിക്കാം. അയ്യോ രക്ഷയില്ല. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലൊക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ബിക്കോസ് ഇനി ചെന്നിട്ട് ഇനി ബാബയുടെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്ളോഗ് എൻഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ നേരെ ട്രിവാൻഡ്രം പോവാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ്. സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. എന്നെ ആ ഫോൺ ഒരാളെ കൊടുത്ത് അവിടെ എല്ലാവർക്കും ഇവിടെ തന്നെ എടുക്കാം. നമുക്ക് എടുക്കാം. നീ ഇവിടെ വരണം.